പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ 5 പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെ പൂർത്തിയായി. അതിൽ 3 മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞുവെന്നാണ് ജില്ലാ കളക്ടർ രാവിലെ പറഞ്ഞത്. മറ്റെന്തൊക്കെ നടപടികളാണ് ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം എപ്പോൾ നടക്കും? ഈ ഐഡന്റിഫിക്കേഷൻ, ആളുകളെ തിരിച്ചറിയുന്നത്, ആ ഒരു പ്രക്രിയ ഏത് രീതിയിലാണ്? രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നിന്ന് ആളുകൾ എത്തും, DNA സാമ്പിൾ കളക്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരെ എപ്പോഴേക്കത്തേക്ക് എത്തും? ഇനിയുള്ള നടപടികളൊക്കെ ഏത് രീതിയിലായിരിക്കും? വിനിഷ, ഞാനുള്ളത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിക്ക് മുൻപിലാണ്. വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ 3 പേരുടെ മൃതദേഹങ്ങളാണ് വിട്ടു നൽകിയത്. സുവിൻ, സുദർശനൻ, വാസുദേവൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ വിട്ടു നൽകിയത്. ബാക്കിയുള്ള ആളുകളുടെ പോസ്റ്റ്മോർട്ട നടപടികൾ ഇന്ന് ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുണ്ട്. അത്തരം ആളുകളുടെ ബന്ധുക്കൾ, ചില ആളുകളുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ പേരുടെ DNA സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുക്കും. ഇപ്പോൾ ഈ കുന്നംകുളം DYSP ഉണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം എപ്പോഴാണ് തുടങ്ങുന്നത്? ഇപ്പോൾ തുടങ്ങും. ഈ DNA സാമ്പിളുകൾ എടുക്കാനുള്ള ബന്ധുക്കളൊക്കെ എത്തി, ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങും. അപ്പോൾ ഞങ്ങളിത് മോർച്ചറി തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ തുടങ്ങും. കുന്നംകുളം DYSP ആണ് സംസാരിച്ചത്. ഇപ്പോൾ ഈ മരിച്ച ആ വ്യക്തിയുടെ സഹോദരനുണ്ട്. നിങ്ങളുടെ സഹോദരനാണല്ലേ? എന്താ പേരെന്താ? സുബ്രഹ്മണ്യൻ. ഇപ്പോൾ എവിടെയാണ്, നാട് എവിടെയാണ് നിങ്ങളുടെ? വളാഞ്ചേരി കുളത്തൂര്, മലപ്പുറം. വളാഞ്ചേരി കുളത്തൂര്. അപ്പോൾ ഇങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെടിപ്പുരയ്ക്ക് വരാറുണ്ടോ? പണിക്കൊക്കെ പോണ ആളാണ്. അവിടെ നാടൻ പണി. ഇത് ഈ സീസൺ കഴിഞ്ഞാൽ അവിടേക്കും പോകും. ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? തിരിച്ചറിഞ്ഞു. ആ ALS ഉണ്ട് കയ്യമ്മിൽ. പിന്നെ ലോട്ടറി ഉണ്ട്, 2 ലോട്ടറി ടിക്കറ്റ് ഉണ്ട് കയ്യിൽ. കയ്യമ്മിലെ ചരടുണ്ട്, ആ ഓർത്തുണ്ടുണ്ട്. പിന്നെ കാലും മറിച്ച് വെക്കാൻ പറ്റില്ല. കാലുമേ പുല്ലുവെട്ടുന്ന വിഷയം കൊണ്ടൊരു മുറിയുണ്ട്. ഇല്ല, ഒരു 6 മാസമൊക്കെ മുറിഞ്ഞ എല്ല് തട്ടിയാണ് മുറി. അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മുഖമൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അത് കുഴപ്പമില്ല. വേറെ മുറിയും കാടൊന്നുമില്ല. മുടിയൊക്കെ പറ്റി പോയിരുന്നു മാത്രം. മുടിയൊക്കെ എത്തിപ്പോയിരുന്നു. ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ എത്ര ദിവസമായിട്ടുണ്ട് അദ്ദേഹം? ഇവിടെ ഇപ്പോൾ വിഷു കഴിഞ്ഞിട്ട് വന്നതാണ്. വിഷു അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന ഷെഡിൽ പണി. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. അവിടുന്ന് ഷെഡിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പണി. ഒരുപാട് വർഷമായോ ഈ വെടി നിർമ്മാണമായിട്ട്? കുറേ കുറ്റിങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടാന്ന് പറഞ്ഞു. കഴിച്ചില്ലാണ്. പിന്നെ ഇവിടുന്ന് കഴിച്ചില്ല. എടയൂര് 10 വർഷം മുമ്പ് അവിടെ നിന്നുണ്ടായി. വളാഞ്ചേരി എടയൂര്. അപ്പോൾ അവിടുന്ന് നമ്മളെ മകളെ കല്യാണം വന്ന്. അപ്പോൾ മൂപ്പരാന്ന് ഉച്ചയ്ക്ക് വന്നു. നമ്മുടെ മോളെ കല്യാണം മൂപ്പരാന്ന് ഉച്ചയ്ക്ക് വന്നു. അപ്പോൾ അവിടെ പൊട്ടി 7 മണിക്കാണ് അവിടെ പൊട്ടി. അവരൊക്കെ ഇങ്ങോട്ട് പോയി കല്യാണത്തിന് വരേണ്ട ആൾക്കാരായിരുന്നു. അതിൽ 9 ആൾ അവിടെ പോയി. 2 അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾ ഇവരോടൊപ്പം വന്നതാണല്ലേ? ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതാണ്. ഇത്ര നേരം നമ്മളോട് പറഞ്ഞത് വെച്ചാൽ ഇന്നലെ ഏകദേശം 10 മണിക്ക് നമ്മൾ വന്നതാണ്. ഞങ്ങൾ വരുന്നത് മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ പാങ്ങിൽ നമ്മളെ വാൽപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് രാവിലെ 7 മണിയാകുമ്പോഴേക്ക് ആ ബോഡി കേരളത്തിൽ എത്തി. അവിടെ പൊതുദർശനത്തിൽ എത്തി കഴിഞ്ഞു. ഇത്രയും നേരമായിട്ട് ഇതുവരെ മോർച്ചറി തുറന്നിട്ടില്ല. ഞങ്ങൾ നോക്കുന്നത് ആ ലോക്ക് കണ്ടില്ലേ? ഞങ്ങൾ ഇവിടെ എത്ര കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ് അവൻ്റെ ഉറ്റവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഒരു മര്യാദ പോലും കാണിക്കണ്ടേ? ഈ സമയത്ത് ഒരു ഉദ്യോഗസ്ഥ മര്യാദ കാണിക്കണ്ടേ? ഇതുവരെ തുറന്നിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏകദേശം 6 മണി 6:30 ആകുമ്പോൾ അവർ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. നമ്മോട് പറഞ്ഞ 6 മണിക്കാണ് പറഞ്ഞത്, 6:30 പറഞ്ഞത്. ഇതുവരെ എത്തിയിട്ടില്ല. 7 മണി കഴിഞ്ഞു, 7:30 ആവാൻ സമയമായി. കാരണം നമ്മളൊക്കെ കുടുംബത്തിൽ ഇവരൊക്കെ ഇപ്പോൾ ഈ മരണപ്പെട്ടു പറഞ്ഞ സുബ്രഹ്മണ്യൻ ആയ കുട്ടികളില്ല, അതായത് ഭാര്യ മാത്രമേ ഉള്ളൂ. ആ ഭാര്യയോട് നമുക്കൊരു ഉത്തരം പറയണ്ടേ? അതിന് പോലും കഴിയാത്ത അവസ്ഥയിലാണിത്. ഇതിന് ഇതിന് പറയാ? ഇങ്ങനെ മോശപ്പെട്ട രീതിയിലൊക്കെ. നിങ്ങൾ രാത്രി എത്തിയിട്ടും ഈ പോസ്റ്റ്മോർട്ടം നടന്നില്ല, എന്നിപ്പോൾ വൈകുകയാണ്. അല്ല, പോസ്റ്റ്മോർട്ടം നമുക്കൊരു ചെറിയൊരു സംശയം വന്നു. ബോഡിക്ക് ചെറിയ സംശയം, ഒരു വിഷ്ണു എന്ന് പറയുന്ന സഹോദരൻ്റെ ആണോ എന്നുള്ള സംശയം വന്നതുകൊണ്ട് നമ്മൾ DNA ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 6:30 ആകുമ്പോഴേക്ക് ഞങ്ങളിവിടെ എത്തും. കാരണം നമ്മളെല്ലാ ഇതും ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരത്തെ എത്തി നമ്മോട് സംസാരിച്ചു. പക്ഷേ ഇതുവരെയായിട്ട് ഇവിടുത്തെ DNA ടെസ്റ്റ് ചെയ്യാനോ ഈ മോർച്ചയുടെ ഉദ്യോഗസ്ഥന്മാരോ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വിവരം കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും. ഇദ്ദേഹത്തിന് സഹോദരനാണ് DNA ടെസ്റ്റ് കൊടുക്കുന്നത്. അതെ. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആളെ DNA ടെസ്റ്റ് കൊടുക്കണമെങ്കിൽ അവർ ഉദ്യോഗസ്ഥർ വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും വലിയ അപകടം നടന്നിട്ട് നമ്മൾ ഈ കൃത്യസമയം പാലിച്ചില്ലെങ്കിലും ഒരു 5-10 മിനിറ്റൊക്കെ വഴുകാം. പക്ഷേ ഇത് വളരെ മോശപ്പെട്ട, കാരണം ഒരു കുടുംബത്തിൻ്റെ വേദന പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ ശരിയാവുന്നത്? ഇപ്പോൾ സമയം എത്രയായി?
ഇതാ ഈ മോർച്ചറി തുറക്കുകയാണ്. മോർച്ചറിയിലേക്ക് ഇനി ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ഈ DNA സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് ഉള്ള ഉദ്യോഗസ്ഥരുമടക്കം എത്തണം. ഇപ്പോൾ ആ കുടുംബം വലിയ പരാതിയാണ് നമുക്ക് മുൻപിൽ പറഞ്ഞത്. കാരണം അവർ ഉപമിക്കുന്നത് വാൽപ്പാറ അപകടവുമായി ബന്ധപ്പെട്ടതാണ്. അത് മറ്റൊരു സംസ്ഥാനത്ത് നടന്ന് അന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഈ പുലർച്ചെ മൃതദേഹങ്ങൾ വിട്ടു നൽകി. ഈ കേരളത്തിനകത്ത് നടന്നൊരു അപകടത്തിൽ ഈ പോസ്റ്റ്മോർട്ടവും DNA ടെസ്റ്റിനും ഇത്ര വൈകുന്നത് ശരിയല്ല എന്നുള്ളൊരു പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും കുടുംബത്തിന് അത്തരം ഒരു വലിയ പരാതിയും ആവലാതിയും ആശങ്കയും നിലനിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഈ മൃതദേഹം തിരിച്ചറിയാൻ പോലും പ്രയാസം നേരിടുന്നു. അതിന് ഇടയ്ക്കാണ് ഈ DNA ടെസ്റ്റിന് വേണം, പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തണം. അതെല്ലാം കഴിഞ്ഞ് വേണം മൃതദേഹം കൊണ്ടുപോകാൻ. ഇപ്പോഴെന്തായാലും ഒരു സ്റ്റാഫ് എത്തി ഈ മോർച്ചറിയുടെ ഈ വാതിലുകൾ തുറന്നിട്ടുണ്ട്. ഇനി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഈ ഉദ്യോഗസ്ഥർ, അതായത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ DNA ടെസ്റ്റിന് സാമ്പിളുകൾ എടുക്കേണ്ട ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ അകത്തേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഉള്ള മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടക്കണം. ഇന്നലെ 3 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇനി ബാക്കി 4 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് ഇന്നിവിടെ നടക്കാനുള്ളത്. ഈ 13 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. മറ്റ് ആളുകൾക്ക് വലിയ പരിക്കുകളില്ല. 2 പേർ നേരത്തെ ചികിത്സ പൂർത്തിയാക്കി ഡിസ്ചാർജായി. അവർക്ക് ചെറിയ പൊള്ളൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി ഉള്ള തിരച്ചിൽ വേണം. ബാക്കി മൃതദേഹം അവശിഷ്ടങ്ങളും മറ്റും കണ്ടെത്താൻ കടാവർ ഡോഗുകളുടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. വിനിഷ.